ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ കാലത്ത് തന്നെ നല്ല മഴയാണ്. ആകെ ഒരു മൂടിക്കെട്ടിയ അവസ്ഥ അല്ലേ? നല്ല രസമൊക്കെ ഉണ്ട്. പക്ഷേ പുറത്ത് യാത്ര ചെയ്യാൻ പോകുന്നവർക്കാണ് എൻ്റെ ബുദ്ധിമുട്ട്. അവിടെയൊക്കെ എങ്ങനെയുണ്ട് മഴ? അപ്പോൾ എന്തായാലും എന്താ പറയുക, മഴ, ഒരു ഗ്ലാസ് ചായ ആൻഡ് MMA. ആഹാ, അന്തസ്. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇസ്ലാം മഖശേവ് ഡസ്റ്റിൻ പോരിയർ ആണ്. ഫൈറ്റിംഗ് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ജൂൺ 1-ാം തീയതി, ആ ഞായറാഴ്ച അല്ലേ? അപ്പോൾ 1-2 ഒക്കെ ആയിരിക്കും. അപ്പോൾ ഈ ടോപ്പിക്കിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ആയിട്ട് ആദ്യം തന്നെ ഒരു ഇമ്പോർട്ടൻ്റ് കാര്യം പറഞ്ഞോളട്ടെ. നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ്, നമ്മുടെ ഇൻസ്റ്റാ ID അതൊന്ന് ഫോളോ ചെയ്തേക്കുക. ദീപക്_അശോകൻ UFC മലയാളം എന്നടിച്ചാലും മതി. അതിൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിനകത്ത് ചെറിയ വീഡിയോ സഹിതം നമ്മൾ MMA ട്രിക്സ്, തന്ത്രങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്നതാണ്. അപ്പോൾ അത് യൂട്യൂബിൽ അത് പറ്റില്ല. കാരണം നമ്മൾ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ഉടനെ തന്നെ കോപ്പിറൈറ്റ് വരികയാണ്. അതാണ് അനുഭവം. ഇൻസ്റ്റയിൽ ഇതുവരെ അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല. അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ ഇൻസ്റ്റയിൽ നമ്മൾ നമ്മുടെ മുഖവും സംസാരമൊന്നുമില്ല, വീഡിയോ വെച്ചിട്ട് നമ്മൾ ട്രിക്സ്, തന്ത്രങ്ങൾ, MMA ട്രിക്സ് അതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പോൾ അത് വളരെ ബെനിഫിഷ്യൽ ആയിരിക്കും. ചെറിയ വീഡിയോയും കൂടെ അല്ലേ, നല്ലതായിരിക്കും. അപ്പോൾ അത് ഡെഫിനറ്റ്ലി ഫോളോ ചെയ്യുക. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. UFC മലയാളം, എല്ലാവരും ഉറപ്പായിട്ടും അത് അവിടെ കാണുക. ദീപക്_അശോകൻ ഇൻസ്റ്റാഗ്രാം. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ഇസ്ലാം ഡസ്റ്റിൻ്റെ വിശേഷങ്ങളിലേക്ക് വരാം. അത് ഫൈറ്റ് നടക്കുന്നത് അമേരിക്കയിലാണ്, ന്യൂജേഴ്സിയിലാണ്, ന്യൂജേഴ്സി. ഗംഭീര ഫൈറ്റ് ആയിരിക്കും. അപ്പോൾ ആദ്യം തന്നെ എന്താണ് പറയുന്നത്, ഡസ്റ്റിൻ പോരിയറിന് ഒരു ലോട്ടറി അടിച്ചതാണ്. കാരണം സത്യം പറഞ്ഞാൽ അർമാനുണ്ട് ഫൈറ്റിന്, ഈ ടൈറ്റിലിൽ ഫൈറ്റ് ചെയ്യാനുണ്ടായിരുന്നു. പിന്നെ ജസ്റ്റിൻ ഗേജി ഇപ്പോൾ ഉണ്ടായിരുന്നു. പക്ഷേ ഈ രണ്ടു പേർക്കും ജസ്റ്റിൻ ഗേജി ഹോളോവയുടെ ഫൈറ്റ് കാരണം ഫൈറ്റ് എടുക്കാൻ പറ്റില്ല. പിന്നെ നമ്മുടെ അർമാൻ, അദ്ദേഹം ഇപ്പോൾ ഫൈറ്റ് കഴിഞ്ഞേ ഉള്ളൂ UFC 300 അല്ലേ. അതുകൊണ്ടാണ് ഡസ്റ്റിൻ പോറിയറിന് നറുക്ക് വീണത്. ഇസ്ലാം മഖശേവ് റെഡി ആയിരുന്നു താനും. അപ്പോൾ ഇസ്ലാം മഖശേവിന് ചാമ്പ്യൻ ആണല്ലോ, അപ്പോൾ പുള്ളിക്ക് അതിനുള്ള അഭിപ്രായങ്ങളൊക്കെ പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പുള്ളി ഇപ്പോൾ റെഡിയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു എതിരാളിയില്ല. അപ്പോൾ ഉടനെ ഡസ്റ്റിന്, ഇതൊക്കെ തന്ത്രങ്ങളാണ്, ബിസിനസ് ട്രിക്സ് ആണ്. ഡസ്റ്റിൻ അർമാനെ വെച്ച് നോക്കുമ്പോൾ ഡസ്റ്റിൻ പോറിയർ ഇച്ചിരി ഡേഞ്ചർ കുറവാണെന്നാണ് ഇസ്ലാമിൻ്റെ ധാരണ. അതുകൊണ്ടാണ് ഡസ്റ്റിന് അവസരം കൊടുത്തത്. ഡസ്റ്റിൻ എന്തായാലും മനോഹരമായ അവസരമാണ്. വീണ്ടും ഒരു ടൈറ്റിൽ ഫൈറ്റ് കിട്ടുവാണ്. ഡസ്റ്റിൻ ഇതിനു മുമ്പും ടൈറ്റിൽ ഫൈറ്റുകളിലേക്ക് എത്തിയിട്ടുണ്ട്. പക്ഷേ അവസാന നിമിഷം ആരെങ്കിലുമൊക്കെ ചോക്ക് ചെയ്യും. ഇത് ഡസ്റ്റിൻ, ഞാൻ പറയുന്നതല്ല, ഡസ്റ്റിൻ തന്നെ പറഞ്ഞാണ്. അപ്പോൾ ഇതിൻ്റെ വിശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളും കണ്ടിട്ടുണ്ടാവും ട്രെയിനിങ് വീഡിയോസ്. നല്ല രീതിയിൽ ട്രെയിനിങ് നടക്കുന്നു. ഇസ്ലാമിൻ്റെ ട്രെയിനിങ് വീഡിയോസ് അവരുടെ ക്യാമ്പ് തന്നെ ഇടും. ഹബീബൊക്കെ ഇടയ്ക്ക് ആ വീഡിയോസൊക്കെ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. ഭയങ്കര അധ്വാനം നടക്കുവാണ്, കഠിനമായ അധ്വാനം നടക്കുവാണ്. അത് ഹബീബാണ് ട്രെയിനിങ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഭയങ്കര കഠിനമാണ്. ഡസ്റ്റിൻ്റെ പൊതുവെ ട്രെയിനിങ് അതിഘോരമായിരിക്കും, കഠിനമായിരിക്കും. പക്ഷേ ഡസ്റ്റിൻ അത് പുറത്തു വിടാറില്ല. അപ്പോൾ ഇതുവരെ ഒന്നും കാണാൻ സാധിക്കുന്നില്ല. പക്ഷേ ഡസ്റ്റിൻ നല്ല രീതിയിൽ അധ്വാനിക്കുന്ന ഒരു ഫൈറ്ററാണ്. അപ്പോൾ അവിടെയും നല്ല രീതിയിൽ ട്രെയിനിങ് നടക്കുന്നുണ്ടാകും, ഒന്നും പുറത്തു വരുന്നില്ല എന്ന് മാത്രം. ഇപ്പോൾ ഇതിൻ്റെ ഒരു വിശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്ലാം തന്നെ പറയുന്നുണ്ട് ഡസ്റ്റിന്, ഇന്നലെ ഞാൻ ഇൻസ്റ്റയിൽ ഇട്ടിരുന്നു, ഡസ്റ്റിന് നല്ല ഹെവി ഹാൻഡ്സ് ആണ്. ഹെവി ഹാൻഡ്സ് എന്ന് പറഞ്ഞാൽ ഉരുക്കുമുഷ്ടികൾ ഒരെണ്ണം കിട്ടിയാൽ മതി, മിക്കവാറും ആളുകളൊക്കെ താഴെ പോവും. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇസ്ലാമിന് ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് ഫൈറ്റ് താഴേക്ക് കൊണ്ടുപോവുക, ഗ്രാപ്ലിംഗ് ചെയ്ത് അവിടെ വെച്ച് ഡസ്റ്റിനെ ഡോമിനേറ്റ് ചെയ്യുക, ചോക്ക് ചെയ്യുക എന്നുള്ളതാണ്. ഡസ്റ്റിൻ പരമാവധി ശ്രമിക്കുന്നത് കളി സ്റ്റാൻഡപ്പിൽ നിൽക്കാൻ എന്നുള്ളതാണ്. ഇനി എങ്ങനെയും ഇസ്ലാമിന് ഒരു ഈഗോ മൂത്തിട്ട് സ്റ്റാൻഡപ്പ് ഫൈറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇസ്ലാമിന് പണി കിട്ടും. ഡസ്റ്റിൻ ചാമ്പ്യൻഷിപ്പ് കൊണ്ടുപോകും. ഇനിയിപ്പം കാരണം ഇസ്ലാം വിചാരിക്കുകയാണ് എനിക്ക് സ്റ്റാൻഡപ്പിൽ തന്നെ തോൽപ്പിക്കണം, എല്ലാവരും പറയുകയാണ് ഞാൻ ഗ്രാപ്ലറാണ്, സോ എനിക്ക് സ്റ്റാൻഡപ്പിൽ അങ്ങനെയൊക്കെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ. പക്ഷേ ഇസ്ലാം ഹബീബ് ക്യാമ്പൊക്കെ അത്യാവശ്യം ബുദ്ധിയുള്ളവരാണ്, അങ്ങനെ ചെയ്യത്തില്ല. പിന്നെ ഇസ്ലാം പറഞ്ഞിരുന്നത്, ഈ വീഡിയോ ഞാൻ ചെയ്യാൻ കാരണം എന്നാണ്, ഇസ്ലാം പറഞ്ഞിരുന്നത് അദ്ദേഹം ഡസ്റ്റിന് വേണ്ടി എന്തോ സ്പെഷ്യലായിട്ട് കരുതി വെച്ചിരിക്കുകയാണ്. ഞാൻ അതാണ് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നത്. ഈ സ്പെഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡസ്റ്റിൻ പോറിയറിന് ഇപ്പോൾ ഈ അടുത്തിടയ്ക്ക് ഗിലിറ്റിൻ്റെ ഒരു ബാധ കയറിയിട്ടുണ്ട്, ഗിലിറ്റിൻ. ഇനി ഇസ്ലാം മഖശേവ്
ഡസ്റ്റിനെ എങ്ങനെ ഗിലിറ്റീൻ ചെയ്ത് ചോക്ക് ചെയ്യാനാണോ ഉദ്ദേശിക്കുന്നത്, തോപ്പിക്കാനാണോ ഉദ്ദേശിക്കുന്നത്? ഡസ്റ്റിൻ ഇസ്ലാമിനെതിരെ എന്തായാലും ഗിലിറ്റീൻ പ്രയോഗിക്കും. പക്ഷേ ഇസ്ലാമിനെ പോലുള്ള ഹൈ ലെവൽ ഗ്രാപ്ലറിനെതിരെ ഗിലിറ്റീൻ വർക്കാകുമോ എന്ന് അറിയത്തില്ല. തിരിച്ച് ഇസ്ലാം ഇനി ഗിലിറ്റീൻ പിടിച്ച് ഡസ്റ്റിനെ തോപ്പിച്ചാലോ? എങ്ങനെ ഉണ്ടാവും?